ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വരുന്നത് നടിയിലൊന്നുമല്ല കേട്ടോ. ഞാനെപ്പോഴും വരല അങ്ങനെയാ, ഒന്ന് നടിയിൽ, അല്ലെങ്കിൽ വിളവെടുപ്പ്, അല്ലെങ്കിൽ ഞാൻ വരുന്നത് പൂക്കളെ കാണിക്കാൻ. ഇന്ന് അതൊന്നുമല്ല. ഇന്ന് നമുക്കൊക്കെ ഇപ്പോൾ തലവേദനയുള്ള സംഭവമാണ് അടുക്കള വേസ്റ്റ്. അപ്പോൾ ഞാൻ എൻ്റെ അടുക്കള വേസ്റ്റ് എന്താ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാൽ. എന്നോട് ചിലരെല്ലാവരും ചോദിക്കാറുണ്ട്, നിങ്ങൾ വേസ്റ്റ് എന്താ ചെയ്യുന്നത്. നമുക്ക് അടുക്കളയിലുള്ള വേസ്റ്റ് നമുക്ക് ഭയങ്കര തലവേദന തന്നെയാണ്. അത് എവിടെ കൊണ്ടുപോയി ഇടണം, അത് ഓരോ പലതരം വേസ്റ്റ് ഉണ്ടല്ലോ, അത് ഓരോ വേസ്റ്റും ഞാൻ എവിടെയൊക്കെയാണ് നിക്ഷേപിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾക്കും അങ്ങനെ ചെയ്യാമല്ലോ. നവീൻ, നമുക്ക് അടുക്കള വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് പ്ലാസ്റ്റിക്കാണ്, എന്തെങ്കിലും സാധനം കൊണ്ടുവന്ന പ്ലാസ്റ്റിക്. പിന്നെ ഒന്നെന്നുള്ളത് ഫുഡ് വേസ്റ്റാണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കി അങ്ങ് മറിക്കുക എന്നുള്ളതല്ല കേട്ടോ. തിന്ന് കഴിഞ്ഞതിൻ്റെ വേസ്റ്റ് അത് ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതാണ് അടുക്കള വേസ്റ്റ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചക്കറി മുറിച്ചിടുന്നത്, കിഴങ്ങ് ചെത്തിയിടുന്നത്, അങ്ങനെയുള്ള വേസ്റ്റ്. അങ്ങനെ 3 തരമാണല്ലോ ഉള്ളത്. പ്ലാസ്റ്റിക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ കുപ്പി, വെള്ളം കൊണ്ടുവരുന്ന കുപ്പി, സോഡ കുപ്പി, അങ്ങനത്തെ ഒക്കെയാണല്ലോ. ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ഞാൻ വലിയതൊക്കെ ആണെങ്കിൽ ഞാൻ എൻ്റെ ചെടി നടാൻ അങ്ങ് എടുക്കും. പിന്നെ ആമസോണിൽ നിന്നൊക്കെ വരുന്ന എൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ വലിയ കവറാണെങ്കിൽ അതിൽ കപ്പ വരെ നട്ടിട്ടുണ്ട്. പിന്നെ ചിലത് നല്ല കവറുകളുണ്ടാവും, 5 കിലോ അരിയൊക്കെ കൊണ്ടുവരുന്ന 5 കിലോൻ്റെ അതൊക്കെ നടാനെടുക്കാം. നമുക്ക് പച്ചക്കറി പലതും നടാം. അതിന് തക്കാളി, വെണ്ട, അതിന് വലുതാണെങ്കിൽ കപ്പ നടാം. പിന്നെ കുറച്ച് ചെറുതാണെങ്കിൽ നമുക്ക് ചേമ്പ് നടാൻ പറ്റും. അതിനും താഴെയുള്ളത് ഞാൻ തക്കാളി തൈ അങ്ങനെയൊക്കെ നടും. അതങ്ങനെ പോവും. കുപ്പിയാണെങ്കിൽ, വലിയ കുപ്പിയാണെങ്കിൽ ഞാൻ അതിൽ നടാൻ ഉപയോഗിക്കുന്നുണ്ട്. അതും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെടികൾ നടും. പിന്നെ അതൊന്നും അല്ലാത്ത വേസ്റ്റ് മാത്രമാണ്, ഈ പ്ലാസ്റ്റിക് മാത്രമാണ് ഞാൻ പിന്നെ ഒരു കവറിൽ അങ്ങ് ഇട്ട് വെക്കും. ഇവിടെ മാസത്തിൽ പഞ്ചായത്ത് വന്ന് അങ്ങ് കൊണ്ടുപോകും. 50 രൂപ കൊടുത്ത് അതങ്ങ് കൊണ്ടുപോകും. ഇടയ്ക്ക് വരും, കുപ്പി കൊണ്ടുപോകാൻ വരും, അല്ലെങ്കിൽ ചെരുപ്പ് അങ്ങനെ കൊണ്ടുവന്നൊക്കെ ഇവിടെ പഞ്ചായത്ത് വന്ന് കൊണ്ടുപോകും. അങ്ങനെ അത് ക്ലീനാവും, 50 രൂപ കൊടുത്താൽ മതി. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബ്രെഡിൻ്റെ കവറ് അങ്ങനത്തെ, പിന്നെ ഇതൊന്നും എനിക്ക് വേണ്ട. അതെല്ലാം ഞാൻ അങ്ങനെ പഞ്ചായത്ത് കവറിലേക്ക് അതിനായിട്ട് എനിക്കൊരു സഞ്ചിയാണ് അങ്ങ് ഇടും. മാസത്തിൽ വരുമ്പോൾ അതോടുകൂടി അങ്ങ് തട്ടി കൊടുക്കും. മീനിൻ്റെ കവർക്കാണെങ്കിൽ അന്ന് വൃത്തിയാക്കിയിട്ടേ ഇടുള്ളൂ കേട്ടോ. അത് കൊണ്ടുപോയി കൊടുക്കുന്നതല്ല, മാസത്തിൽ ഒരിക്കലല്ലേ എടുക്കുള്ളൂ, മണം വരില്ലേ. അപ്പോൾ അതൊക്കെ ഇറച്ചിൻ്റെത്, മീനിൻ്റെത്, ഫുഡ് വാങ്ങുന്നതിൻ്റെതൊക്കെ ഞാൻ കഴുകിയിട്ടാണ് ഞാൻ എടുത്ത് വെക്കൽ. അപ്പം എൻ്റെ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ഞാൻ അങ്ങനെയാണ് ഓരോ ദിവസം ഓരോ കവറിലേക്ക് അങ്ങ് നിറച്ചിട്ട് എൻ്റെ ഇതിലേക്ക് അങ്ങ് ഇടും. അപ്പോൾ അവർ വന്നാൽ ഞാൻ ഇതങ്ങ് തട്ടിക്കൊടുക്കും. അങ്ങനെ എൻ്റെ പ്ലാസ്റ്റിക് എല്ലാം ഒരു സുരക്ഷിതമായിട്ട് സ്ഥലത്തായി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെടി നടാൻ കൂടുതൽ എടുക്കും, അതൊന്നും ഞാൻ കളയൂല. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണ്ടല്ലോ അങ്ങനത്തെ ഒന്നും. അപ്പോൾ ഇത് ഞാൻ പഞ്ചായത്തുകാർ വരുമ്പോൾ ഞാൻ ഇതങ്ങ് കൊടുക്കും, 50 രൂപ കൊടുക്കും. അപ്പോൾ എൻ്റെ ഒരു വേസ്റ്റ് എൻ്റെ കഴിഞ്ഞു കേട്ടോ. പിന്നെ പറയാനുള്ളത്, നമ്മളെ പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മൾ ഇങ്ങനെയൊന്നും അല്ലാണ്ട് നമ്മൾ തോട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞാലുണ്ടായ ആപത്ത് എന്താണെന്നറിയോ? മണ്ണിലേക്ക് വെള്ളം ഇറങ്ങൂല, വായു സഞ്ചാരം ഇറങ്ങൂല, ചെടികളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒന്ന് പ്ലാസ്റ്റിക് വേസ്റ്റ് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ തോട്ടം ഒന്ന് വൃത്തിയാക്കാൻ പോയി നോക്കി നമുക്കറിയാം, കൊല്ലങ്ങളോടുള്ള പ്ലാസ്റ്റിക് അങ്ങനെ തന്നെ കിടക്കും. ഇതാ പ്ലാസ്റ്റിക് കൊണ്ട് ഞാൻ നടന്ന്, ഞാൻ പറഞ്ഞില്ലേ, കുപ്പി വെള്ളം കൊണ്ടൊക്കെ, കുപ്പി വെള്ളം, ആ കുപ്പി ഇതാ ഞാൻ പച്ചക്കറി ഉള്ളി നട്ട് കണ്ടോ. അങ്ങനെ നട്ടാൽ ഇത് നമുക്ക് ഒരു ഉപകാരമാണ്. നമുക്ക് കളയൊന്നും വേണ്ട, പഞ്ചായത്തിന് കൊടുക്കുകയൊന്നും വേണ്ട, വേസ്റ്റാക്കിയിട്ട് നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാം. വേറെ പ്ലാസ്റ്റിക് കുപ്പിയിൽ ഞാൻ പൊന്നാങ്കണ്ണി നട്ടത്. ഇതാ ഞാനങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെത് കുപ്പിയും കളയില്ല, ഒരുവിധം വലിയ കുപ്പിയൊന്നും ഞാൻ കളയില്ല. പിന്നെ വേറൊന്ന് കാണിച്ചു തരാം, വേറെ കുപ്പി കൊണ്ട് ചെയ്തെന്ന്. വലിയ കുപ്പിയൊക്കെ ഞാൻ ഉള്ളിയോ പൊന്നാങ്കണ്ടിയോ ഒക്കെ നട്ടെങ്കിലും കൂടിയിട്ട് ചെറിയ കുപ്പി കണ്ടോ ഞാൻ ചൂലുണ്ടാക്കിയാണ്. ഇത് എന്ത് നല്ല ചൂലാന്നറിയോ, ഒറ്റ ഇറുക്കിളി ഊരിപ്പോരാ ഇങ്ങനെയുള്ള കുപ്പി കൊണ്ട്, ചെറിയ കുപ്പി കൊണ്ട്. ഇതൊന്നും നമ്മൾ വേസ്റ്റിലേക്ക് തട്ടണ്ട. ഈ കുപ്പിയൊക്കെ എങ്ങനെ ഉപകരിക്കാം നമുക്ക്. ചൂല് വാങ്ങാൻ ഒന്ന് കടയിൽ പോയി നോക്കി, നമുക്ക് വില അറിയണമെങ്കിൽ ഇതൊക്കെ നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഇത് ആമസോണിൽ നിന്ന് കിട്ടിയ ചാക്ക് കൊണ്ട് ഞാൻ കപ്പ നട്ടതാട്ടോ. ഇതൊക്കെ ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യൂ എല്ലാം. ഇതെൻ്റെ അടുക്കള വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റുകളാണ്. പച്ചക്കറി വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഫ്രൂട്ട്സിൻ്റെത് ഉണ്ടാവും, ഫ്രൂട്ട്സിന് ചെത്തിയത് ഉണ്ടാവും, മറ്റ് പച്ചക്കറികളൊക്കെ ഉണ്ടാവും, കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉണ്ടാവും, കപ്പ തോല് പൊളിച്ചത് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതെല്ലാം ഞാൻ
ഈ ചാക്കിലേക്ക് അങ്ങ് ഇടും. ഒരു പ്ലാസ്റ്റിക് ചാക്കിൽ, ഒരു സിമൻറ്റ് ചാക്ക് മതി, ഒരു സിമൻറ്റ് ചാക്കിലേക്ക് അങ്ങ് ഇടും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പഴത്തോട് എല്ലാം എടുക്കും. കുറേ പഴത്തോട് ഞാൻ അങ്ങ് അരച്ചൊഴിച്ച് ചെടികൾക്ക് ഒഴിക്കല. നല്ല കാൽസ്യം പൊട്ടാസ്യം ഒക്കെ ഉള്ളതാണല്ലോ. എന്നിട്ടും അധികം ഉള്ളത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഗുണം എന്താന്ന് പറഞ്ഞാൽ നമ്മളെ ഈ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ അതങ്ങ് തോട്ടത്തിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ ഈച്ച, കൊതുക്, എലി, പെരിച്ചാഴി, പാമ്പ് എല്ലാം നമ്മളെ ചുറ്റുവട്ടത്തുണ്ടാവും. അതിനൊക്കെ പുറമെ സ്മെല്ലും ഒരു ജാതി സ്മെല്ലാണല്ലോ ഇതിന്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അപ്പം ഇതൊക്കെ നമ്മൾ സ്വരൂപിച്ചിട്ട് ഒരു സിമൻറ്റ് ചാക്കിൽ അങ്ങ് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ നമ്മൾ മണ്ണിടുക. കുറച്ച് മണ്ണ് മതി, ഒരു ബക്കറ്റ് മണ്ണൊന്നും ഇടണ്ട, കുറച്ച് മണ്ണ് ഇട്ടാൽ മണ്ണിട്ടാൽ കുറേ സ്മെല്ലങ്ങ് പോയിക്കോളും. പിന്നെ ഇതിൽ നിന്നും ഒരു സ്മെല്ല് നമുക്ക് വരില്ല. പിന്നെ നമുക്ക് ഈ സാധനമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചീഞ്ഞതാണല്ലോ അത്. ഓന്നാണ് ഒരു സൈസ് ഒരു ഈച്ച പാറ്റ പോലത്തെ ഒരു സാധനമുണ്ട്, അതിങ്ങനെ വരും. അതും നിന്ന് കിട്ടും മണ്ണിട്ടാൽ. പിന്നെ മണ്ണിൽ സൂക്ഷ്മജീവികളുണ്ട്, നമ്മൾ ഇട്ടതൊക്കെ വിഘടിപ്പിച്ച് വളാക്കി മാറ്റും. അങ്ങനെ ചെയ്യുക. പിന്നെ നമ്മൾ അടിച്ച് വാരുന്നതെല്ലാം കൊണ്ടുപോയിട്ട് ഇതിലേക്ക് ഇടുക. അങ്ങനെ ദിവസേന നമ്മളിങ്ങനെ ഇട്ട് നിറച്ചിങ്ങ് കഴിഞ്ഞാൽ ആ ചാക്ക് എടുത്ത് കെട്ടി ഒരു സൈഡിലേക്ക് വെക്കുക. എന്നിട്ട് വേറൊരു സിമൻറ്റ് ചാക്ക് ഇങ്ങ് എടുക്കുക. സിമൻറ്റ് ചാക്കിന് നമുക്ക് പ്രയാസമൊന്നുമില്ല കേട്ടോ. സിമൻറ്റ് പണി എടുക്കുന്ന വീടുകളിലൊക്കെ പോയാലുണ്ടാവും മല പോലെ കെട്ടി കിടക്കുന്നു. ഓല തന്നെ ബുദ്ധിമുട്ടായി കിടക്കുന്നത്, എന്ത് ചെയ്യുമെന്ന് അറിയാതെ. അപ്പോൾ നമ്മളൊന്ന് ചോദിച്ചു വെക്കണ്ടേ, ഈ സിമൻറ്റ് ചാക്ക് നിങ്ങൾക്ക് വേണം. അപ്പോൾ ഇഷ്ടത്തോടുകൂടി സന്തോഷത്തോടു ഇതാ കൊണ്ടുപോയിക്കോളി എന്നാണ് നമുക്ക് തരൂ. ഞാനങ്ങനെ കൊണ്ടുവരലുണ്ട്, അതെനിക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കൊണ്ടുവന്ന് നമുക്കിങ്ങനെ ദിവസേന ഒന്ന് നിറഞ്ഞ് അടുത്തത് അങ്ങനെ നിറഞ്ഞ് നമ്മളൊരു സൈഡിലേക്ക് വെച്ചാൽ നല്ലൊരു വളമായി മാറും അത്. പിന്നെ നമ്മൾ അടുക്കള വേസ്റ്റാണല്ലോ ഇടുന്നത്. അടുക്കള വേസ്റ്റിൽ നമ്മൾ ഈ പച്ചക്കറിൻ്റെ വേസ്റ്റൊക്കെ ആയതുകൊണ്ട് അതിലൊക്കെ വിത്തുണ്ടാവുമല്ലോ. ആ വിത്ത് നമുക്കിത് വളമായി മാറി കറുപ്പ് കളറായിട്ട് ചാണകത്തിൻ്റെ കളറായി മാറും ഇത് കുറച്ച് കഴിഞ്ഞാൽ. അതെടുത്തിട്ടാണല്ലോ നമ്മൾ ചെടി നടുന്നത്. അപ്പോൾ അത് നനച്ച് കഴിഞ്ഞാൽ അതിൽ നല്ല ആരോഗ്യമുള്ള തൈകൾ, വെണ്ടത്തൈ, പച്ചമുളക്, തക്കാളി, വഴുതിന, മത്തന്, കുമ്പളങ്ങ എല്ലാം. ഇനിയിപ്പോൾ എനിക്ക് വരുന്നൊരു പ്രയാസം എന്ന് പറയുന്നത് വെറുതെ എൻ്റെ റംബൂട്ടാൻ ഞാനിപ്പോൾ അതിൻ്റെ സമയമാണല്ലോ, തിന്നുന്ന സമയമാണ്. അപ്പോൾ അത് പിന്നെ നമ്മൾ തിന്നു കഴിഞ്ഞ് അതിൻ്റെ തോടും വിത്തും ഞാനിങ്ങനെ അടുക്കള വേസ്റ്റ് തന്നെ ഇട്ട് ഇങ്ങനെ കൊണ്ടുപോയി ഇടും. അതിലൊരു മുളക്കും. പിന്നീട് എനിക്ക് ഞാൻ എത്രാക്ക് തൈ കൊടുക്കുന്നറിയോ. പിന്നെ ബട്ടറിനും അങ്ങനെ തന്നെ. ബട്ടർ നല്ല വണ്ണുള്ള വിത്താണ്. അതും ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് മുളച്ചിട്ട് ഞാൻ ഓരോരുത്തർക്ക് കൊടുത്തിട്ട് ഞാൻ അങ്ങനെ കൊടുത്ത ഒരാൾ വലുതാക്കി ഉണ്ടായി. അവർ ബട്ടർ വിൽപ്പന വരെ നടത്തിയിട്ടുണ്ട്. എൻ്റേത് അത്ര ആയിട്ടില്ല, അവരുതായി. അങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് മണ്ണിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഒരു നുള്ള മതി, നമ്മൾ ഒരു പിടി ഒരു തിന മതി, ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ വേഗം ഇതിലെ സൂക്ഷ്മാണുക്കൾ ഇത് വിഘടിച്ച് വളാക്കി മാറ്റിയോളൂ. ഞാൻ അങ്ങനെയാട്ടോ എൻ്റെ ചേമ്പ്, ചേന എല്ലാം നടലങ്ങനെയാണ്. പിന്നെ മറ്റ് പച്ചക്കറികൾ കൊണ്ടുപോയിടൽ ഈ ചാക്കോട് കൂടിയിട്ട് നമ്മൾ മാറ്റിയിട്ട് ഇതൊക്കെ മണ്ണായി ഫലഭൂഷ്ടുള്ള മണ്ണായി മാറുമല്ലോ കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഇതിൽ നമുക്ക് ചേനയൊക്കെ നട്ടു വെക്കേണ്ടി. ചേന ഇത്ര വണ്ണത്തിൽ വരുന്നറിയോ. ചേന, കപ്പ, പിന്നെ ചേമ്പ് എല്ലാം ഞാനിങ്ങനെ നടില്ല. നമുക്ക് വളം അന്വേഷിച്ച് പോകണ്ട, മണ്ണ് അന്വേഷിച്ച് പോകണ്ട, പൈസ ലാഭിക്കുക, നഴ്സറി പോയിട്ട് വണ്ടി ഓടിച്ച് പെട്രോൾ കത്തിച്ചൊന്നും പോവേണ്ട. ഇതൊക്കെ നന്നായിട്ട് നമുക്ക് വളമാക്കി മാറ്റാം. നമ്മളെ വേസ്റ്റ് നമുക്കൊരു അനുഗ്രഹമാണ്, നമുക്കൊരു തലവേദനയേ അല്ല. അപ്പോൾ അങ്ങനെ കുറേ ചാക്കുണ്ട്, ഞാൻ കാണിച്ചു തരാം. എൻ്റെ നിറഞ്ഞ് കിടക്കുന്നത്. മഴ ആയാൽ കുറച്ചൊരു വൃത്തികേട് പോലെ തോന്നും കേട്ടോ. അത് വേനലായാൽ ഇതന്നെ ഉഷാറായിട്ട് വരും. ഞാൻ ഇതൊക്കെ തോട്ടത്തിൻ്റെ സൈഡിൽ കൊണ്ടുപോയിടുന്നത് എന്താണെന്നറിയോ. പിന്നെ ഇനി ഇതെടുക്കാൻ എനിക്ക് കഴിയില്ല, അപ്പുറത്തെ മുറ്റത്തൊന്നും ഞാൻ അത് കൊണ്ടുപോകും. ഇതൊക്കെ എൻ്റെ തോട്ടത്തിൻ്റെ സൈഡിലാണ് ഞാൻ ചെയ്ത് മഴയില്ലാത്ത സമയത്ത് ഇറങ്ങിയതാണ്. പിന്നെ ഞാൻ വേറെ പറയാനുള്ളത്, നമ്മൾ കൊണ്ടുപോയി ഇടുമല്ലോ, കുറച്ച് മണ്ണിടും. പിന്നെ അടിച്ച് വാരിയ പുല്ല് പറിച്ചതൊക്കെ ഉണ്ടാവും, അതും ഇതിലങ്ങ് കൊണ്ടുപോയിടാം. ഒക്കെ നമുക്ക് എല്ലാം ഇതിലൊക്കെ പോഷക ഘടകങ്ങൾ ഇത്ര ഉണ്ട്. ഈ പുല്ലിലൊക്കെ അതൊക്കെ ഇതിലേക്ക് പോഷകങ്ങളൊക്കെ ഇതിലേക്ക് ചേരുമല്ലോ. പിന്നെ ഞാൻ ചെയ്യുന്നത് ഇത് ഇങ്ങനെ അങ്ങ് കെട്ടി വെച്ചില്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്താണെന്നറിയോ. എലിയോ പെരിച്ചായോ രാത്രി വന്നിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട വേസ്റ്റ്
വലിച്ചിട്ട് തിന്നങ്ങ് പോകും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ സ്വരൂപിച്ച് ഇങ്ങനെ വളാക്കി മാറ്റാൻ നിന്നിട്ട് ഒരു കാര്യമില്ല. മേലെ കെട്ടി വെക്കുക അല്ലെങ്കിൽ ഒരു കല്ല് വെക്കുക ചെയ്യണം. ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതിപ്പം നിറഞ്ഞ് ഇത് ഞാൻ കെട്ടി വെക്കുക, ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് കെട്ടിയിട്ട് മൂലയിലേക്കും. ഇതിപ്പം നിറഞ്ഞ് ഇത് കുറേ ദിവസമായതാ. അപ്പോൾ ഞാൻ എൻ്റെ 2 തരം വേസ്റ്റ് ഞാൻ എങ്ങനെയാണ് നിക്ഷേപിച്ചത് നിങ്ങൾ കണ്ടല്ലോ. പ്ലാസ്റ്റിക് വേസ്റ്റും പിന്നെ ഇത് ഇങ്ങനെ ഇത് ഈ വളമാക്കി മാറ്റിയതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ചൊരു റിസ്ക് ഉണ്ടാവും, കാരണം എന്നും ഇതിങ്ങനെ പുറകെ നടക്കണ്ടേ. അപ്പോൾ അത് ഭയങ്കര ആവേശത്തോടു കൂടി ചെയ്യാൻ കൃഷി എടുക്കാൻ താല്പര്യമുള്ളവർക്കേ ഇതിനാവുള്ളൂ കേട്ടോ. അങ്ങനെയൊന്നും ഉണ്ട്. അപ്പോൾ അവർക്കിതൊരു ബുദ്ധിമുട്ടേ അല്ല, നല്ല ഈസിയാണ്. കാരണം നമ്മൾ വളം അന്വേഷിച്ച് നടക്കണ്ട. പിന്നെ നല്ല മണ്ണും കൂടി ആ മണ്ണിന് അടിമടിക്ക് കൊണ്ടുവരില്ല, ഒന്നും വേണ്ടല്ലോ. ഇനിയുള്ളത് എൻ്റെ ഫുഡ് വേസ്റ്റാണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും കുറേ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയി അങ്ങ് മറിക്കുകയാണ്. അതല്ല കേട്ടോ, ഇത് തിന്നതിൻ്റെ ഒക്കെ ബാക്കി ഉണ്ടാവുമല്ലോ, പ്ലേറ്റിൻ്റെ ഇതൊക്കെ ഉണ്ടാവുന്ന മീമുള്ള് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ. കുറച്ചൊക്കെ ചോറിൻ്റെ തിന്നതിൻ്റെ ബാക്കിയൊക്കെയാണിത്. പിന്നെ അത് മാത്രമല്ല, ഞാനില്ലേ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വന്നാൽ ഫ്രിഡ്ജിലേക്ക് മാറ്റും, തോന്നൂര കളയാൻ. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി 2-ാം ദിവസം 3-ാം ദിവസം എനിക്കത് എടുക്കാനാകുന്നില്ല, തിന്നാൻ കഴിയുന്നില്ല, എന്താ അറിയില്ല. അങ്ങനെയൊരു പ്രശ്നം എനിക്കുണ്ട്. അങ്ങനെ കുറച്ച് ഫുഡിൻ്റെ വേസ്റ്റൊക്കെ വരുമ്പോൾ ഞാനിതിലേക്ക് അങ്ങ് തട്ടുക. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇത്രയോ പാവപ്പെട്ട ഒരു ഭക്ഷണത്തിന് ദാരിദ്ര്യമുള്ള ഇത്ര ആളുണ്ട് എന്നുള്ളത്. അത് അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ. ഇത് വേറെ വേണ്ടാത്ത ഓരോ ഭക്ഷണ വേസ്റ്റാണ് ഞങ്ങൾ ഇതിലിടുന്നത്. പിന്നെ ഇങ്ങനെ അങ്ങ് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഇത് നിറയും. ഇതൊരു വേസ്റ്റ് കുഴിയാണ്, സിമെൻറ്റ് കൊണ്ട് വാർത്തിട്ട് മേലെ റിങ് വാർത്തുള്ള ഒരു കുഴിയാണ് ഇത്. അതിനെ മൂടി അങ്ങ് ഇട്ട് വെച്ചാൽ മതി. എല്ലാം ഇതിലെ കൊണ്ടുപോയി അങ്ങ് തട്ടി അത് നിറയുമ്പോൾ നിറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങ് എടുത്ത് കോരിയിട്ടാൽ നല്ലൊരു വളമായിരിക്കും. നമ്മൾ തെങ്ങ് കവുങ്ങ് അതിനൊക്കെ കൊണ്ടുപോയിട്ടാൽ നല്ലൊരു വള. അങ്ങനെ ഒന്നും വേണം അറിയില്ല കേട്ടോ. 2-3-4 കൊല്ലമൊക്കെ കഴിയുമ്പോഴൊന്നും അറിയുള്ളൂ. പിന്നെ ഇവിടെ നല്ലൊരു വൃത്തി ഉണ്ടാവും. മഴക്കാലം ആയതുകൊണ്ട് കുറച്ചൊരു ചീച്ചിലൊക്കെ തോന്നുന്നുണ്ടാവും. ഇവിടെ മഴയാ, നല്ല ഭയങ്കര മഴയായിരുന്നു ഇത്രയും കാലം. ചോരാത്ത മഴ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത. അങ്ങനെ മഴ കഴിഞ്ഞ് 2-4 വെയിലങ്ങ് കിട്ടിയ ഭയങ്കര ഒരു സന്തോഷിച്ച്. നല്ല വെയിലും. ഇപ്പോൾ അതാ 2ാമത് മഴ വീണ്ടും തുടങ്ങി. മഴനെ കുറ്റം പറയല്ലോ കേട്ടോ. മഴ വേണം നമുക്ക്, ചെടികൾ നമുക്ക് വെള്ളത്തിനെല്ലാം മഴ വേണം. പക്ഷേ മഴ കാരണേ പുറത്തിറങ്ങാൻ കഴിയാത്ത ഇപ്പാണ് കൊണ്ടുപോയി തട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രയാസം പറയാം. ഞാൻ പറഞ്ഞില്ലേ ഈ പച്ചക്കറി വേസ്റ്റൊക്കെ വളാക്കി മാറ്റിയിട്ടാണ് ഞാൻ മറ്റ് ചെടികൾ നടുന്നതെന്നൊക്കെ. അങ്ങനെ നട്ട് കഴിഞ്ഞിട്ട് ഇത് ചെടി ഉണ്ടാകുന്നതിൻ്റെ അപ്പുറം കണ്ടോ തക്കാളി തൈ ഉണ്ടായി, നല്ല കരുത്തിലുള്ള തക്കാളി തൈ ഉണ്ടായിന്. അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. ഈ പച്ചക്കറി കമ്പോസ്റ്റ് ആക്കിയിട്ട് നമ്മളിങ്ങനെ ഇട്ടാൽ ആ ചെടി വളരുമ്പോൾ തൊട്ടതാ നല്ല തൈ ഉണ്ടായിട്ടുണ്ട്. ഇവിടെതാ ഒരു കൂർക്കൽ ഉണ്ടായിട്ടുണ്ട്. ഈ ക്യാബേജാണ് ഞാൻ നട്ടത്, കൂർക്കലുണ്ടായി സൈഡിൽ. ഈ ക്യാബേജിൻ്റെ സൈഡിൽ ഇതാ ഉള്ളി മുളച്ച് വരുന്നു. അങ്ങനെയൊക്കെ ഒരു ഗുണമുണ്ട് നമുക്ക്. ഞാൻ ഉള്ളി നടാലോ, കൂർക്കൽ പൊട്ടിച്ച് നടാം. ഈ തക്കാളി തൈയൊക്കെ ഞാൻ പിരിച്ച് കുഴിച്ചിടും. അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് നഴ്സറി പോയിട്ട് ഒന്നും വാങ്ങണ്ട. ഈ വേസ്റ്റ് കൊണ്ടുപോയി കമ്പോസ്റ്റാക്കി കൊണ്ടുപോയി ഇട്ടാൽ തന്നെ നമുക്ക് തൈ കിട്ടും, ധാരാളം തൈ കിട്ടും. ആ ഫുഡ് വേസ്റ്റ് കുഴിയില്ലേ, അത് നിറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് നിറയുമ്പോൾ അത് എടുത്തിട്ട് നിറയുമ്പോൾ അത് വളമായി മാറിയിട്ടുണ്ടാവും. ഓൾറെഡി ആ വളമായി മാറിയിട്ടുണ്ടാവും. കൊല്ലങ്ങൾ കഴിഞ്ഞാലേ അന്ന് അറിയുള്ളൂ. അപ്പോൾ നമുക്ക് കോരി എടുക്കുമ്പോൾ അത് തെങ്ങിന് കവുങ്ങിനൊക്കെ കൊണ്ടുപോയില്ല. അങ്ങനെ നമുക്ക് വളം കിട്ടും. അങ്ങനെ നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് കുറേ പണം ലാഭിക്കാം, നമുക്ക് വരുമാനം ഉണ്ടാക്കാം, അത് വിൽക്കുകയും ചെയ്യാം. അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ വേസ്റ്റുകളും എന്തൊക്കെ ചെയ്തു എല്ലാം വിശദമായിട്ട് കാണിച്ചു തന്നില്ലേ, നിങ്ങൾ നേരിൽ കണ്ടല്ലോ. അത് പ്ലാസ്റ്റിക് എന്ത് ചെയ്തു, അടുക്കള വേസ്റ്റ്, പച്ചക്കറി അതെന്ത് ചെയ്തു, ഫുഡ് വേസ്റ്റ് എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തന്നില്ലേ. ഞാൻ ഒന്നും കളയില്ല. അതൊക്കെ എനിക്കൊരു അനുഗ്രഹമായിട്ട് ഞാൻ അതെല്ലാം വളമാക്കി മാറ്റും. അതെടുത്ത് ഞാൻ ചെടി നട്ടിട്ട് അതിൽ ചെടി വളർന്നു വരുന്നതും നിങ്ങൾ കണ്ടില്ലേ, അതിൻ്റെ ഇടയ്ക്ക് തൈ ഉണ്ടാകുന്നതും കണ്ടില്ലേ. അപ്പോൾ ഞങ്ങൾ കാണിച്ചു തന്നത് ഇതുപോലെ നിങ്ങൾ നട്ടോട്ടെ, ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.